അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തജ്വീദുൽ ഖുർആനിലെ 13ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാലിസ്താഷർ 13ാമത്തെ പാഠം ഹുമുൽ മുസൈത്തിറൂൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ. ഒന്നാമത്തത് ബസ്തൻ വയവസുത്തോ എന്നതിൽ സീൻ കൊണ്ടും ബി മുസൈത്തിർ അൽ മുസൈത്തിറൂന് എന്നതിൽ സ്വാദു കൊണ്ടുമാണ് ഓതേണ്ടത്. സൂറത്തുൽ ബഖറയിൽ 245ാമത്തെ ആയത്തിൽ ഈ പദം കാണാൻ സാധിക്കും, വയബസുത്തു. സൂറത്തുൽ അറാഫിൽ ബസ്തൻ എന്ന പദം കാണാൻ സാധിക്കും. ഇവിടെയെല്ലാം അക്ഷരം സ്വാദാണെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു സീനിൻ്റെ അടയാളമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അവിടെ സീനായിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. സൂറത്തു തൂറിൽ 37ാമത്തെ ആയത്തിൽ നോക്കൂ, മുസൈത്തിറൂൻ എന്ന പദം കാണാൻ സാധിക്കും. അവിടെ നാം സ്വാദിനെ സ്വാദായിട്ട് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തത് അലാ മാ ഫറത്തു അഹത്തു മാ ഫറത്തും ലഇംബസത്ത എന്നിവിടങ്ങളിൽ ത്വാഇൻ്റെ ഇത്ബാഖിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. സൂറത്തു സുമർ 56ാമത്തെ ആയത്തിൽ മാ ഫറത്തു എന്ന പദം കാണാൻ സാധിക്കും. സൂറത്തു നംലിൽ 27ാമത്തെ ആയത്തിൽ അഹത്തു എന്ന പദം കാണാൻ സാധിക്കും. സൂറത്തു യൂസുഫ് 80ാമത്തെ ആയത്തിൽ മാ ഫറത്തും എന്ന പദം കാണാൻ സാധിക്കും. സൂറത്തു മാഇദ 28ാമത്തെ ആയത്തിൽ ലഇംബസത്ത എന്ന പദം കാണാൻ സാധിക്കും. മൂന്നാമത്തത് വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും എന്നതിൽ വല ആമുറന്നഹും എന്നതിൽ മാത്രമാണ് ഹംസയെ നീട്ടി ഓതേണ്ടത്. സൂറത്തുൻ നിസാ 119ാമത്തെ ആയത്തിൽ ഈ 3 പദം കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നാലാമത്തത് നോക്കൂ, സൂറത്ത് ഹൂദ് 66ാമത്തെ ആയത്തിൽ യൗമി ഇസിൻ. ഇവിടെ നാം മീമിന് കസ്ർ നൽകിയാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ സൂറത്തുൽ മആരിജ് 11ാമത്തെ ആയത്തിൽ യൗമി ഇസിൻ. ഇവിടെയും മീമിന് കസ്ർ നൽകിയാണ് ഓതേണ്ടത്. അഞ്ചാമത്തത് 2ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹി എന്ന കസ്ർ നൽകിയാണ് ഓതേണ്ടത്. അല്ലാഹില്ലദീ ലഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. ആറാമത്തത് നോക്കൂ, ഇതിൽ അലസ്സലവാത്തി മറ്റൊന്ന് വസ്സലാത്തി ഈ 2 പദത്തിനും ഇടയിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അസ്സലവാത്തി എന്ന പദം. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം ഇഖ്താറു സ്വഹീഹ്. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചുരുത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1 വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. ഇതിൽ നീട്ടി ഓതേണ്ടത് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഓപ്ഷൻസ് നോക്കൂ, വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. ചുരുത്രം വല ആമുറന്നഹും. രണ്ടാമത്തത് സീന് കൊണ്ടാണ് ഓതേണ്ടത്. ഓപ്ഷൻസ് നോക്കൂ, ബസ്തൻ ബസലിഹ ലാ യുബ്സിറൂൻ. ചുരുത്രം ബസ്തൻ. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം ഹാഫിലു അലസ്സലവാത്തി. ഈ ആയത്തിൽ ശ്രദ്ധിക്കണം, എന്ത് ത്രം സലവാത്തി എന്ന പദം. അടുത്ത പേജ് നോക്കൂ, 2ാമത്തെ ചോദ്യം ലഇംബസത്ത എന്ന് ഓതുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ത്രം ത്വാഇൻ്റെ ഇത്ബാഖിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്തുകൊണ്ട് ഓതാൻ. 3ാമത്തെ ചോദ്യം അം ഹുമുൽ മുസൈത്തിറൂൻ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ത്രം അം ഹുമുൽ മുസൈത്തിറൂൻ എന്നതിൽ സ്വാദ് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1ാമത്തത് നക്തഷ്ഫു വനഖറഉ മിനൽ ഖുർആനിൽ ആയാത്തിൽ മദ്കൂറത ഫിൽ വഹ്ദ. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തുകയും
അവ പാരായണം ചെയ്ത് പഠിക്കുകയും ചെയ്യുക. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ ബഖറ എടുത്തില്ലേ? അതിൽ 245 ആയത്തെടുക്കോ. ഇത് നാം ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ അറാഫ് എടുത്തില്ലേ? ഖുർആനിൽ 7ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 69ാമത്തെ ആയത്തെടുക്കോ. ഇത് നാം ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. കൂട്ടുകാരെല്ലാവരും സൂറത്തു തൂർ എടുത്തില്ലേ? ഖുർആനിൽ 52ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 37ാമത്തെ ആയത്തെടുക്കോ. ഇത് നാം ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്തു സുമർ എടുത്തില്ലേ? ഖുർആനിൽ 39ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 56ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്തു നംൽ എടുത്തില്ലേ? ഈ സൂറത്തിൽ 22ാമത്തെ ആയത്ത് നാം ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. കൂട്ടുകാരെല്ലാവരും സൂറത്തു യൂസുഫ് എടുത്തില്ലേ? ഖുർആനിൽ 12ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 80ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ മാഇദ എടുത്തില്ലേ? ഖുർആനിൽ 5ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 28ാമത്തെ ആയത്ത് നാം ഈ പാഠഭാഗത്തിൽ പഠിച്ച ഒരു ആയത്താണ്. കൂട്ടുകാരെല്ലാവരും സൂറത്തു നിസാ എടുത്തില്ലേ? ഖുർആനിൽ 4ാമത്തെ സൂറത്താണിത്. അതിൽ 119ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്ത് ഹൂദ് എടുത്തില്ലേ? ഖുർആനിൽ 11ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 66ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ മആരിജ് എടുത്തില്ലേ? ഖുർആനിൽ 70ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 11ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഇനി കൂട്ടുകാരെല്ലാവരും സൂറത്ത് ഇബ്രാഹിം എടുത്തില്ലേ? ഖുർആനിൽ 14ാമത്തെ സൂറത്താണിത്. അതിൽ 2ാമത്തെ ആയത്ത് ഈ പാഠത്തിൽ പഠിച്ച ഒരു ആയത്താണ്. ഖുർആനിൽ നിന്ന് കണ്ടുപിടിച്ച ഈ ആയത്തുകളെല്ലാം കൂട്ടുകാർ ശ്രദ്ധിച്ച് പാരായണം ചെയ്ത് മനസ്സിലാക്കുക. തഖ്സീസിൽ 2ാമത്തത് നഖ്റഉ സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ പാരായണം ചെയ്യണം 75 മുതൽ 121 വരെ. മുറാഅത്തി ഖവായിദി തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. കൂട്ടുകാരെല്ലാവരും സൂറത്തുൻ നിസാ എടുത്തില്ലേ? ഈ സൂറത്തിൽ 75ാമത്തെ ആയത്ത് വമാലക്കും ലാ തുഖാതിലൂന എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 121ാമത്തെ ആയത്ത് വരെ ഉലായിക്ക എന്ന് തുടങ്ങുന്ന ആയത്താണ്. 75 മുതൽ 121 വരെ കൂട്ടുകാർ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. തഖ്സീസിൽ 3ാമത്തത് ഹിഫ്ലാക്കാനുള്ളതാണ്. സൂറത്ത് യാസീൻ 73 മുതൽ 78 വരെ. വസൂറത്തുൽ വാഖിയ സൂറത്തും 85 മുതൽ 90 വരെ. കൂട്ടുകാരെല്ലാവരും സൂറത്തു യാസീൻ എടുത്തില്ലേ? ഈ സൂറത്തിൽ 73ാമത്തെ ആയത്ത് വലഹും ഫീഹാ മനാഫിഉ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 78ാമത്തെ ആയത്ത് വദറബ ലനാ മസലൻ എന്ന് തുടങ്ങുന്ന ആയത്താണ്. 73 മുതൽ 78 വരെ കൂട്ടുകാർ ഹിഫ്ലാക്കുക. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ വാഖിയ എടുത്തില്ലേ? ഖുർആനിൽ 56ാമത്തെ സൂറത്താണിത്. ഈ സൂറത്തിൽ 85ാമത്തെ ആയത്തെടുക്കോ. വനഹ്നു അഖ്റബു ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇത് മുതൽ 90ാമത്തെ ആയത്ത് വഅമ്മാ ഇൻ കാന എന്ന് തുടങ്ങുന്ന ആയത്താണ്. 85 മുതൽ 90 വരെ കൂട്ടുകാർ ഹിഫ്ലാക്കുക. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.